ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഒരു കപ്പ് സേമിയവും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മാത്രമല്ല കേട്ടോ, വൈകുന്നേരങ്ങളിൽ നമ്മൾ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അതാ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. സേമിയ വെന്ത് വരുന്ന ഒരു സമയം മാത്രം മതിയേ. അതായത് വെറും ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുമ്പോഴത്തേക്കും നമ്മുടെ സേമിയൊക്കെ ഒരു പകുതി കുക്കായി വരും കേട്ടോ. അത്രയും മതിയേ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെച്ച് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഇത് നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഹെൽത്തി ആണ് കേട്ടോ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണേ. അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന എല്ലാ റെസിപ്പീസിലും ഞാൻ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ദേ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാമേ. അതിനോടൊപ്പം തന്നെ ഒരു അര ടീ ഒരു അര ഒരു ഒരു അര കപ്പ് കപ്പില്ല, കുറച്ച് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമ്മൾ വേറെ എന്ത് പച്ചക്കറീസ് ഉണ്ടെങ്കിലും നമുക്ക് അതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ സേമിയം വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പിട്ടിരുന്നു. അതുകൊണ്ട് അത് കണക്കാക്കി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിടാം കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമുളക് മാത്രം നമ്മൾ ഇതിലിടുന്നത്, വേറെ എരിവിനായിട്ട് വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കണക്കാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കിയതെല്ലാം ഒരു സൈഡിലോട്ട് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ നമ്മുടെ 2 സൈഡും ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ തവി കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ കറികളെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ എനിക്ക് അറിയിക്കണേ. അപ്പോൾ അതാ നമ്മുടെ റെസിപ്പി അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സേമിയയിട്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ലെമൺ, ഒരു നാരങ്ങയുടെ പകുതി എടുക്കാം കേട്ടോ. ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് നമുക്ക് അതിൻ്റെ ചാറും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാമേ. ഇത്രയും മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അതുമല്ല നമ്മുടെ ഇതിലേക്ക് കാഷ്യൂ നട്ടും നമ്മുടെ മുട്ടയും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ റെഡിയാക്കി എടുക്കാമെങ്കിൽ നമുക്ക് നല്ല തുറാന്നിരിക്കുന്ന നല്ല സേമിയ ഉപ്പുമാവ് ഇവിടെ നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.